ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയുടെ ടൈറ്റിൽ കോജിക്കി പുരാതന ജ്ഞാനം, ഇന്നും ജീവിതം മാറ്റുന്ന 7 പാഠങ്ങൾ. ജീവിതത്തിൽ ചില പുസ്തകങ്ങൾ വെറും കഥകൾ പറയുകയല്ല, അവ ജീവിതത്തെ കാണാനുള്ള ഒരു പുതിയ കാഴ്ചപ്പാട് നൽകുന്നു. ഏകദേശം 1300 വർഷങ്ങൾക്ക് മുമ്പ് ജപ്പാനിൽ എഴുതപ്പെട്ട കോജിക്കി അത്തരമൊരു ഗ്രന്ഥമാണ്. ജപ്പാൻ്റെ ഏറ്റവും പഴക്കമുള്ള ചരിത്ര പുരാണ ഗ്രന്ഥമായ ഇതിൽ ദേവന്മാരുടെയും രാജാക്കന്മാരുടെയും കഥകൾ മാത്രമല്ല, ഇന്നും മനുഷ്യ ജീവിതത്തിന് വഴികാട്ടുന്ന ആഴത്തിലുള്ള ജ്ഞാനവും ഒളിഞ്ഞിരിക്കുന്നു. ഈ വീഡിയോയിൽ കോജിക്കി നമ്മെ പഠിപ്പിക്കുന്ന 7 അമൂല്യമായ ജീവിത പാഠങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. പാഠം 1: എല്ലാ പുതിയ തുടക്കങ്ങളും അനിശ്ചിതത്വത്തിൽ നിന്നാണ് ജനിക്കുന്നത്. കോജിക്കിയുടെ തുടക്കത്തിൽ ലോകം ക്രമമില്ലാത്ത അവസ്ഥയിലായിരുന്നു. എന്നാൽ ആ അരാജകത്വത്തിൽ നിന്നാണ് സൃഷ്ടി ആരംഭിക്കുന്നത്. നമ്മുടെ ജീവിതവും അങ്ങനെ തന്നെയാണ്. എല്ലാം ശരിയായതിന് ശേഷമല്ല വിജയത്തിൻ്റെ തുടക്കം. ആദ്യം ചുവട് വയ്ക്കാനുള്ള ധൈര്യമുണ്ടാകുമ്പോഴാണ് ജീവിതം മാറി തുടങ്ങുന്നത്. ഇപ്പോൾ നിങ്ങളുടെ ജീവിതം ആശയക്കുഴപ്പത്തിലാണോ? പരാജയങ്ങൾ നിങ്ങളെ പിന്തുടരുന്നുണ്ടോ? അതുകൊണ്ട് യാത്ര അവസാനിച്ചിട്ടില്ല. പലപ്പോഴും ഏറ്റവും വലിയ അവസരങ്ങൾ ജനിക്കുന്നത് ഏറ്റവും വലിയ അനിശ്ചിതത്വത്തിൽ നിന്നാണ്. പാഠം 2: ഭയമില്ലാത്തവരാണ് വിജയിക്കുന്നത് എന്നല്ല, ഭയത്തെ മറികടക്കുന്നവരാണ്. കോജിക്കിയിലെ നായകന്മാർ ഭയമില്ലാത്തവർ ആയിരുന്നില്ല. ഭയം ഉണ്ടായിട്ടും അവർ മുന്നോട്ട് നടന്നു. ജീവിതത്തിൽ ധൈര്യം എന്നത് ഭയത്തിൻ്റെ അഭാവമല്ല, ഭയത്തേക്കാൾ ശക്തമായ തീരുമാനമാണ്. ഇന്ന് നിങ്ങൾ മാറ്റിവെച്ചിരിക്കുന്ന ഒരു സ്വപ്നമുണ്ടോ? ഒരു പുതിയ ജോലി, ഒരു പുതിയ സംരംഭം, അല്ലെങ്കിൽ ഒരു പുതിയ തുടക്കം. ഇന്ന് തന്നെ ആദ്യ ചുവട് വയ്ക്കൂ. പാഠം 3: വിനയം മനുഷ്യനെ വളർത്തുന്നു. അഹങ്കാരം വേഗത്തിൽ ഉയർത്തിയേക്കാം, പക്ഷേ വിനയം ദീർഘകാലം ഉയർത്തി നിർത്തും. പഠിക്കാൻ തയ്യാറായ മനസ്സ് ഒരിക്കലും വളരുന്നത് നിർത്തില്ല. നിങ്ങൾ എത്ര വലിയവനായാലും മറ്റുള്ളവരിൽ നിന്ന് പഠിക്കാൻ തയ്യാറാകൂ. യഥാർത്ഥ മഹത്വം അറിവിലല്ല, അറിവിനോടുള്ള വിനയത്തിലാണ്. 4-ാമത്തെ പാഠം: ഇരുട്ട് ശാശ്വതമല്ല. കോജിക്കിയിലെ പ്രശസ്തമായ കഥകളിലൊന്നാണ് സൂര്യദേവത ഗുഹയ്ക്കുള്ളിൽ ഒളിക്കുന്ന കഥ. അപ്പോൾ ലോകം മുഴുവൻ ഇരുട്ടിലാകുന്നു. എന്നാൽ ആ ഇരുട്ട് എന്നും നിലനിന്നില്ല. വെളിച്ചം വീണ്ടും തിരിച്ചു വന്നു. നമ്മുടെ ജീവിതത്തിലും വിഷമങ്ങൾ വരും, പരാജയങ്ങൾ വരും, നഷ്ടങ്ങൾ സംഭവിക്കും. എന്നാൽ ഓരോ രാത്രിക്കും ശേഷം ഒരു പ്രഭാതം ഉണ്ടെന്നതുപോലെ ഓരോ കഷ്ടകാലത്തിനും ശേഷവും ഒരു പുതിയ അവസരം കാത്തിരിക്കുന്നു. അതുകൊണ്ട് പ്രതീക്ഷ കൈവിടരുത്. പാഠം 5: നല്ല ബന്ധങ്ങളാണ് യഥാർത്ഥ സമ്പത്ത്. കോജിക്കിയിലെ പല കഥകളും ഒരുമയുടെ ശക്തി നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഒരാൾക്ക് ഒറ്റയ്ക്ക് എല്ലാം നേടാനാവില്ല. കുടുംബം, സുഹൃത്തുക്കൾ, നല്ല ഗുരുക്കന്മാർ, ഇവരാണ് ജീവിതത്തിൻ്റെ യഥാർത്ഥ സമ്പത്ത്.
നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നവരോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കൂ. നിങ്ങളുടെ ചിന്തകളെ വിഷമമാക്കുന്ന ബന്ധങ്ങളിൽ നിന്ന് അകന്നു നിൽക്കൂ. പാഠം 6, പ്രകൃതിയുടെ താളത്തിനൊപ്പം ജീവിക്കാൻ പഠിക്കുക. കോജിക്കിയിൽ പ്രകൃതിക്ക് വലിയ പ്രാധാന്യമുണ്ട്. മലകൾ, നദികൾ, മരങ്ങൾ, കാലാവസ്ഥകൾ എല്ലാം ഒരു സന്ദേശം നൽകുന്നു. ജീവിതത്തിന് ഓരോ കാലമുണ്ട്. കാത്തിരിപ്പിൻ്റെ കാലം, പഠനത്തിൻ്റെ കാലം, വളർച്ചയുടെ കാലം. അതുകൊണ്ട് മറ്റുള്ളവരുമായി നിങ്ങളുടെ ജീവിതം താരതമ്യം ചെയ്യരുത്. ഓരോ പൂവും വിരിയുന്നത് അതിൻ്റേതായ സമയത്താണ്. നിങ്ങളുടെ സമയവും വരും. പാഠം 7, വിജയത്തേക്കാൾ വിലപ്പെട്ടത് നിങ്ങൾ വിടുന്ന പാരമ്പര്യമാണ്. നിങ്ങൾ എത്ര പണം സമ്പാദിച്ചു എന്നതല്ല ലോകം അവസാനം ഓർക്കുക. നിങ്ങൾ എത്ര മനുഷ്യരുടെ ജീവിതത്തിൽ വെളിച്ചമായി എന്നതാണ് ഓർക്കുക. നിങ്ങളുടെ സത്യസന്ധത, കരുണ, ധൈര്യം, സ്നേഹം ഇവയാണ് യഥാർത്ഥ പാരമ്പര്യം. ജീവിതം അവസാനിച്ചാലും നല്ല സ്വഭാവത്തിൻ്റെ ഓർമ്മകൾ ജീവിച്ചിരിക്കും. ഈ പുസ്തകത്തിൻ്റെ അവസാനത്തിൽ പറയുന്നത്, കോജിക്കി ഒരു പുരാതന ഗ്രന്ഥം മാത്രമല്ല, അത് നമ്മോട് പറയുന്നത് ഒരു ലളിതമായ സത്യമാണ്. അനിശ്ചിതത്വത്തെ ഭയപ്പെടരുത്. ധൈര്യത്തോടെ മുന്നോട്ട് പോവുക. വിനയത്തോടെ പഠിക്കുക. ഇരുട്ടിൽ പോലും പ്രതീക്ഷ കൈവിടരുത്. നല്ല ബന്ധങ്ങളെ സംരക്ഷിക്കുക. പ്രകൃതിയുടെ താളം മനസ്സിലാക്കുക. വിജയത്തേക്കാൾ മഹത്തായ ഒരു പാരമ്പര്യം സൃഷ്ടിക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രചോദനമായെങ്കിൽ ലൈക്ക് ചെയ്യും. നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ഷെയർ ചെയ്യും. ഇത്തരത്തിലുള്ള പുരാതന ജ്ഞാനവും ജീവിത വിജയ രഹസ്യങ്ങളും അറിയാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓർക്കുക, കാലം മാറിയാലും യഥാർത്ഥ ജ്ഞാനത്തിന് ഒരിക്കലും കാലഹരണപ്പെടില്ല. ജീവിതം മാറണമെങ്കിൽ ആദ്യം ചിന്തകൾ മാറണം. അപ്പോൾ നന്ദി. വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്.